വാ മക്കളെ. വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ. എന്താ വീട് എന്റെ തിരുപ്പതി എഴിമല വെങ്കടേശ. എല്ലാം ഓക്കെ ഇല്ലേ? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലല്ലോ കയറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ല കയറിയത്. ഹലോ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ ജയിലിൽ നിന്ന് വന്നാണേ. നീ ജയിലിയാടിയോ? ആ, അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യം വന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. പരേഡിനിടെ പോലീസുകാർക്കിടയിലേക്ക് ഒരു ചേര. എന്താ ചിരിക്കുന്നേ? പണ്ട് ബോംബെയിൽ ഒരു മദൻ സാർ ഉണ്ടായിരുന്നേ, പുള്ളിക്കാരൻ ഇതേപോലെ ഒരു ഓട്ടമായിരുന്നു. തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിലെ പതിവ് പരേഡിനിടെയാണ് ഈ സംഭവം നടന്നത്. ഈ പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു ചേര ആ പരേഡിനിടയിലേക്ക് ക്രോസ് ചെയ്ത് കയറി വന്നത്. അത് കണ്ടതോടുകൂടി പരേഡ് നടത്തിക്കൊണ്ടിരുന്ന പോലീസുകാർ പരിഭ്രാന്തരായി അവിടെ നിന്ന് പെട്ടെന്ന് മാറുകയായിരുന്നു. പരേഡിന്റെ സിസ്റ്റത്തിൽ നിന്ന് അങ്ങ് മാറുകയായിരുന്നു. ഒന്ന് ഷോക്കായി ഇല്ലടാ? ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. പക്ഷേ അവരെക്കാട്ടി പേടിച്ചു പോയത് ചേരയാണ്. ചേര ജീവനും കൊണ്ട് ആ മൈതാനം ക്രോസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങൾ അതിന്റെ ആ അവസാന നിമിഷത്തിലുണ്ട്. അത് ശരിയാ, ഇന്ന് എന്തായിരുന്നു ഓട്ടം? ചേരയാണ്, അത് മറ്റൊരു അക്രമമൊന്നും നടത്തിയിട്ടില്ല. അത് അതിന്റെ ജീവനും കൊണ്ട് അത് ഓടി അവിടുന്ന് പോവുകയും ചെയ്തു. ഇവനെ ചവിട്ടി മിതിക്കാൻ ഒരുത്തൻ വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഇനി രാവണന്റെ വരവാണ്. ഇത്ര പൊക്കത്തിൽ ആരെങ്കിലും പറക്കുന്ന കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ നീ ആരാണ്? പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ആ ശരിയാ, ഒരു കഷ്ണം. ഒരു അരി അപ്പച്ചനും താടാ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീട്ടിലെ പൂച്ചകൾ അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടി. തുമ്പിക്കോട്ട് കോണത്ത് നിഷയുടെ വീട്ടിലെ നാടൻ പൂച്ചകളാണ് 1 മണിക്കൂറിനുള്ളിൽ 8 പാമ്പുകളെ പിടിച്ച് സ്റ്റാർ ആയത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. നിഷയുടെ വീടിന് സമീപത്ത് കാടുകയറി കിടക്കുന്ന പുരയിടത്തിലാണ് പൂച്ചസാറിന്റെ ഷോ. ഇതൊക്കെ എന്ത് ഒരു പുരയിടത്തിൽ നിന്ന് ഇറങ്ങി വന്ന അണലി കുഞ്ഞുങ്ങളെ നമ്മുടെ പൂച്ചസാറ് പാതി ഉയരാക്കിയിട്ട് കുറെ എണ്ണത്തിനെ കൊന്നു. തൂഫാൻ തൂക്കി അങ്കിൾസീൻ തൂക്കി. പാമ്പിനെ കടിച്ചു കുടഞ്ഞ് മുറ്റത്തേക്ക് കൊണ്ടുവന്ന പൂച്ചസാറിന്റെ വിശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. മാർലിവ വർഗീസ് പോൾ പൂച്ചസാറിനെ കണ്ടു. കാണാം. അല്ല മൈ കോക്കൻസ്
അങ്ങേയറ്റത്തെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ കേസ് തെളിയിച്ചത്. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസുകൾ ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുക്കമാണ്, അല്ലേ? അതെ, തൽക്കാലം ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. ഞങ്ങൾക്ക് വിശ്രമം വേണം. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലയ്ക്ക് കൈ കൊടുത്തേ.